ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ്. അപ്പോ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സംസ്ഥാനത്തെ മുഴുവൻ ശക്തി പ്രതിഫലിക്കുന്നതാണ്. അല്ല, ഇത് തിരുവനന്തപുരം പാർലമെന്റിന്റെ പദയാത്രയുടെ സമാപനമാണ്. തിരുവനന്തപുരം പാർലമെന്റിലെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തകർക്കാണ് ഇവിടെ പ്രാധാന്യം. അതുകൂടാതെ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ്, അതോടൊപ്പം തന്നെ കൊല്ലം പത്തനംതിട്ട പാർലമെന്റ്, ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ, മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു. അതുകൂടാതെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ ഇല്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ഉള്ളതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സംസ്ഥാന ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. അത് 60-70 പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പാർലമെന്റിന്റെ ഒരു ജനകീയമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. ഇത് കേരളത്തിലെ പദയാത്രയുടെ സമാപനം, ഇനി തിരുവനന്തപുരം പാർലമെന്റിൽ മാത്രമേ ശ്രീ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപനം എന്ന നിലയിൽ ഇവിടെ ബാക്കി 19 മണ്ഡലങ്ങളിലും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഈ പരിപാടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്ന, വളരെ സന്തോഷം നൽകുന്ന, വിജയപ്രതീക്ഷകൾ ഏറെ നൽകുന്ന ഒരു വലിയ സമ്മേളനമായിട്ട് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ടും പ്രധാനമന്ത്രിയുടെ കേരളത്തിന് നൽകിയ ഗ്യാരണ്ടിയും ഒരുമിച്ച് ചേർന്ന് അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ. ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നല്ല മത്സരം ബിജെപി സ്ഥാനാർത്ഥിക്ക് കാഴ്ചവെക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണ് പ്രതീക്ഷ? ഇത്തവണ അതിന്റെ മുന്നിലേക്ക് പാർട്ടി എത്തും എന്നുള്ളതാണ്. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നേടിയതിനേക്കാൾ വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന 2 സമയത്തും ഞങ്ങൾക്ക് MPയെ നേടിയെടുക്കാൻ സാധിച്ചില്ല. ചെറിയ മാർജിനിൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ പാർട്ടിയുടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് MPയെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഈ ജില്ലയിലുള്ള 2 MPമാരും താമര ചിഹ്നത്തിൽ ജയിക്കുന്ന MPമാരായിട്ട് മാറും എന്നുള്ള അതിനുവേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമാണ് ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ പങ്കാളിയാണ് ഞങ്ങൾ എല്ലാവരും.